Dear students, welcome back. In this tutorial, we will learn how to declare and define variables in C and how to assign values to variable. Okay, what is a variable and what are the difference between variable and constants? നമ്മൾ ഓൾറെഡി കോൺസ്റ്റൻസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡാറ്റ എലമെന്റ് whose value cannot change during the execution of a program. അല്ലേ, കോൺസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് വേരിയബിൾ ഈസ് എൻ എലമെന്റ്, data element, its value can change during the execution of a program. അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന എലമെന്റ്സ്, ഡാറ്റ എലമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. ഡാറ്റ എലമെന്റ്സിന് അല്ലെങ്കിൽ നമുക്കതിന് എൻറ്റിറ്റീസ് എന്ന് പറയാം. ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എൻറ്റിറ്റീസിനെ സീനകത്ത് യൂസ് ചെയ്യുന്ന സീഡ് എൻറ്റിറ്റീസ്, അതായത് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന എൻറ്റിറ്റീസിനെയാണ് എന്ത് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേരിയബിൾസിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എ വേരിയബിൾ ഈസ് എ ഡാറ്റ നെയിം ദാറ്റ് മേ ബി യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ വാല്യൂ. Unlike constants that remain unchanged during the execution of a program, a variable may take different values at different times during execution. A variable name can be chosen by the programmer in a meaningful way so as to reflect its function or nature in the program. Data are stored in main memory. അതായത് നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന ഡാറ്റാസ് എല്ലാം മെയിൻ മെമ്മറിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം മെയിൻ മെമ്മറിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഡാറ്റയെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ആ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് എന്താണെന്നുള്ളത് നമുക്കറിയേണ്ടി വരും. അപ്പോൾ ഒരു സിസ്റ്റത്തിന് മെമ്മറി അഡ്രസ്സ് പൊതുവെ റിപ്രസെൻ്റ് ചെയ്യുന്നത് ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ഓരോ പ്രാവശ്യം ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നിനും ഓരോ നെയിംസ് കൊടുക്കും. ഇപ്പം നേരെ ക്ലാസ്സിൽ റോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ ഓർത്ത് വെച്ച് ഒരു കുട്ടിയെ വിളിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഓർക്കുന്നതിനേക്കാൾ എളുപ്പമായി അവരുടെ പേര് യൂസ് ചെയ്തിട്ടല്ലേ. അപ്പം അതേപോലെ ഇവിടെ മെമ്മറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എലമെന്റ്സിന് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നെയിംസ് കൊടുക്കും. അതാണ് വേരിയബിൾ നെയിംസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ എക്സാമ്പിൾസ്: ആവറേജ്, ഹൈറ്റ്, ടോട്ടൽ മാർക്ക്, ക്ലാസ് സ്ട്രെങ്ത് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് അല്ലേ. നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ്. നമ്മൾ ആവറേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ പോകുമല്ലോ. അപ്പോൾ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തു, സം കിട്ടി. ആ സമ്മിനെ ടോട്ടൽ നമ്പർ ഓഫ് എത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ആവറേജ് കിട്ടുന്നത്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഹൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഹൈറ്റ് എന്നുള്ള ഒരു ഐഡിയ വരും. അപ്പോൾ ഇതേപോലെ വേണം നമ്മൾ ഓരോ വേരിയബിൾസിനും നെയിം ചെയ്യുമ്പോൾ. അതായത് ആ ഒരു വേരിയബിളിന് നമ്മുടെ പ്രോഗ്രാമിനകത്തുള്ള പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അത് എന്തിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് വേണം നമ്മൾ നെയിംസ് കൊടുക്കുക. ഓക്കെ, ദെൻ റൂൾസ് ടു നെയിം എ വേരിയബിൾ. റൂൾസ് ടു നെയിം എ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫയർ നെയിംസിൻ്റെ റൂൾസ് പഠിച്ചു. വാട്ട് ഈസ് എൻ ഐഡൻറ്റിഫയർ? ഐഡൻറ്റിഫയർ ഈസ് എ നെയിം യൂസ്ഡ് ടു റെഫർ വേരിയബിൾസ്, അറേസ് ഓർ ഫങ്ഷൻസ് അല്ലേ. അതായത് അറേയെ, വേരിയബിൾസിനെ അല്ലെങ്കിൽ ഫങ്ഷൻസിനെ ഒക്കെ റിപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നെയിംസിനെയായിരുന്നു ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഐഡൻറ്റിഫയറിൽ യൂസ് ചെയ്ത സെയിം റൂൾസ് തന്നെയാണ് എന്തിലും വരുന്നത്, വേരിയബിൾസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ, വേരിയബിൾ മസ്റ്റ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എ ഡിജിറ്റ്. സെക്കൻഡ്, എ വേരിയബിൾ ക്യാൻ ബിഗിൻ വിത്ത് ആൻ ആൽഫബറ്റ് ഓർ ആൻ അണ്ടർസ്കോർ. Third, a variable in C are case sensitive, which means the uppercase and lowercase characters are treated differently. Okay, then fourth one, a variable must not contain any special character or symbol other than underscore. Then fourth, white spaces are not allowed while naming a variable.
variables should not be of the same name in the same scope. The names of variables should be unique. A variable name cannot be a keyword. So now we have rules എന്തൊക്കെയാണ്? ഒരു വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൽഫബറ്റ്സ് ഓർ അണ്ടർസ്കോർ ക്യാരക്ടേഴ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ. ദെൻ വേരിയബിൾ നെയിംസിനകത്ത് നമുക്ക് ആൽഫബറ്റ്സിനും അണ്ടർസ്കോർ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ഡിജിറ്റ്സ് കൂടി യൂസ് ചെയ്യാം. പക്ഷെ സ്റ്റാർട്ടിങ് ക്യാരക്ടർ എന്ന് പറയുന്നത് ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, നമുക്ക് കീവേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. കേസ് സെൻസിറ്റീവ് ആണ് വേരിയബിൾ നെയിംസ് എന്ന് പറയുന്നത്, അതായത് അപ്പർ കേസ് ലോവർ കേസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. Then variable must not contain special characters. Underscore അല്ലാതെ മറ്റൊരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സും അതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ നമ്മൾ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഏത് സ്കോപ്പിലാണ്, എവിടെയൊക്കെയാണ്, അതായത് മെയിൻ ഫംഗ്ഷനിൽ സബ് ഫംഗ്ഷൻസ് ഇങ്ങനെയുള്ള പല സ്ഥലത്തും നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സ്കോപ്പിനനുസരിച്ച് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വേരിയബിൾസാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഒരേ നെയിമിലുള്ള വേരിയബിൾസ് സെയിം സ്കോപ്പിനകത്ത് ക്രിയേറ്റ് ചെയ്യാറില്ല, ഡിക്ലെയർ ചെയ്യാറില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇത് നിങ്ങൾക്ക് എക്സാമിനുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത് വരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു കിസ്, ഈ ഒരു ഇന്നത്തെ ട്യൂട്ടോറിയലിൻ്റെ കൂടെയായിട്ട് ഒരു കിസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഉള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻവാലിഡ് വേരിയബിൾ നെയിംസ് ആൻഡ് വൈ? ഈ തന്നിരിക്കുന്ന ഒരു ലിസ്റ്റിലെ ഇൻവാലിഡ് വേരിയബിൾ നെയിംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്തുകൊണ്ട് അത് ഇൻവാലിഡായി. ഓക്കെ, അപ്പം നിങ്ങൾ അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. അപ്പം ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റർ ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ എവിടെയും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വേറെ ആയിട്ട് നിങ്ങൾക്ക് തരില്ല. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ എഴുതിയെടുത്തോളാം. ദെൻ നെക്സ്റ്റ് വൺ, ഡിക്ലറേഷൻ ആൻഡ് ഡെഫിനിഷൻ ഓഫ് വേരിയബിൾസ്. Declaration of a variable is for informing the compiler the following informations: name of the variable and type of the variable and the initial value if any it takes. Okay, ഒരു വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ കമ്പൈലറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വേരിയബിൾ ആണ്. ദെൻ ആ വേരിയബിൾ ഏത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് വാല്യൂവിനെയാണ് ആ വേരിയബിൾ റിപ്രസെന്റ്, മെമ്മറിയിൽ ഏത് ടൈപ്പ് ഓഫ് വാല്യൂവിനെയാണ് അത് റിപ്രസെന്റ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇനീഷ്യൽ വാല്യൂ, അത് മസ്റ്റ് അല്ല, ഇനീഷ്യൽ വാല്യൂ ഉണ്ടെങ്കിൽ ആ ഇനീഷ്യൽ വാല്യൂ. ഇത്രയും കാര്യമാണ് ഡിക്ലറേഷനിൽ പറയുന്നത്. The next definition. A definition of a variable says where the variables get stored. That is, the memory for the variable is allocated during the definition of the variable. അതായത് ഡെഫിനിഷൻ ടൈമിലാണ് ഈ ഒരു വേരിയബിൾ മെമ്മറിയിൽ ഏത് ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തതെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് എ വേരിയബിൾ സേസ് where the variable gets stored. That is, the memory for the variable is allocated during the definition of the variable. അപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് സി, the definition and declaration are same. അപ്പോൾ നമുക്ക് സി ലാംഗ്വേജിനകത്ത് ഡിക്ലറേഷൻ ഓഫ് എ വേരിയബിൾ എന്ന് പറയുന്നതും ഡെഫിനിഷൻ ഓഫ് ദ വേരിയബിൾ എന്ന് പറയുന്നതും രണ്ടല്ല, ഒരേ കേസിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, ഡിക്ലറേഷനും ഡെഫിനിഷനും. അപ്പം മൊത്തം നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക ഓർ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പൈലറിന് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദ വേരിയബിൾ, ടൈപ്പ് ഓഫ് ദ വേരിയബിൾ ആൻഡ് ദ ഇനീഷ്യൽ വാല്യൂ ഓഫ് ദ വേരിയബിൾ. ഓക്കെ, ആൻഡ് വേർ ഇറ്റ് ഈസ് സ്റ്റോർഡ്, എവിടെയാണ് ഈ വേരിയബിൾസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് the syntax for declaring a variable. The syntax for declaring and defining a variable in C. That is data type, v1, v2, v3, etc. അപ്പോൾ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിൻടാക്സ് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് സ്പെസിഫൈ ചെയ്യുന്നത് ഈ വേരിയബിളിൻ്റെ ടൈപ്പ് എന്താണ്, ഏത് ടൈപ്പ് വാല്യൂ ആണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, ആ വാല്യൂവിൻ്റെ ടൈപ്പ്, അതാണ് ഡാറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
then our particular type നമ്മൾ സ്പെസിഫൈ ചെയ്താൽ ആ ടൈപ്പിൽ ഏതൊക്കെ വേരിയബിൾസ് ഉപയോഗിക്കുന്നുണ്ട്. V1, V2, V3, etc. അങ്ങനെ നമുക്ക് എത്ര വേരിയബിൾസിനെ വേണമെങ്കിലും ഒരേ ഇതിൽ നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഓർക്കുക, ഒരു ലൈനിൽ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. ദെൻ ആ ഡിക്ലറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ ആയിട്ട് എന്ത് ഉപയോഗിക്കണം? സെമിക്കോളൻ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് നം. ഇപ്പം ഇവിടെ ഇൻറ്റ് നം എന്ന് പറയുന്ന ഈ ഒരു എക്സാമ്പിളിനകത്ത് ഇൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റ് ഇസ് ദ ഡാറ്റ ടൈപ്പ് ആൻഡ് നം എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്? വേരിയബിൾ നെയിം, ദെൻ സെമിക്കോളൻ. അപ്പോൾ ഇവിടെയുള്ള ഡിക്ലറേഷനിൽ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ഇറ്റ് ഇൻഫോംസ് ദ ടൈപ്പ് ഓഫ് ദ ഡാറ്റ ആൻഡ് ദ നെയിം ഓഫ് ദ വേരിയബിൾ. ഇത്ര മാത്രമേ ഇവിടെ ഇൻഫോം ചെയ്യുന്നുള്ളൂ. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഫ്ലോട്ട് ആവറേജ് ഈക്വൽ ടു 56.75. അപ്പോൾ ഇവിടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോട്ട് ആണ്. ഈ ഫ്ലോട്ട് എന്നുള്ള ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ആവറേജ് ആണ് and it's initialized with the value 56.75. okay, then next up, when an adjective or qualifier short, long or unsigned is used without a basic data type specifier, C compiler treat the data type as an int. അതായത് നമ്മൾ ഒരു വേരിയബിൾ നെയിമിൻ്റെ വേരിയബിൾ ഡിക്ലറേഷൻ്റെ ടൈമിൽ നമ്മൾ ക്വാളിഫയേഴ്സ് ഉപയോഗിക്കുകയാണ്. ഇപ്പം ജസ്റ്റ് ഷോർട്ട് V2 അല്ലെങ്കിൽ ഷോർട്ട് ABC ഇങ്ങനെ കൊടുക്കുകയാണ്. അതിൻ്റെ മീനിങ് ഷോർട്ട് ഇൻറ്റ് ABC എന്നാണ്. അതായത് ഡാറ്റ ടൈപ്പ് പറയാതെ ക്വാളിഫയർ മാത്രം സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി കമ്പൈലർ അവിടെ എടുക്കുന്നത് ഇൻറ്റീജർ ആയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ്, അസൈനിങ് വാല്യൂസ് ടു വേരിയബിൾസ്. വാല്യൂസ് ക്യാൻ ബി അസൈൻഡ് ടു വേരിയബിൾസ് യൂസിങ് ദ അസൈൻമെന്റ് ഓപ്പറേറ്റർ. What is an assignment operator? Equal to, equal to is the assignment operator. Here the syntax is variable name equal to constant. For example, x equal to 20, y equal to 25, etc. Okay. The process of giving values to variables are called initialization, or the process of giving values to variable at the time of declaration is also called initialization. What is the initialization of a variable? Initialization of a variable is the process of giving values to the variable at the time of declaration. Okay. Then, initialization of a variable is of two types. First one is static initialization and second one is dynamic initialization. Static initialization. Here, the variable is assigned a value in advance. The next are dynamic initialization. Here the variable is assigned a value at the runtime. The value of this variable can be altered every time the program is being run. അപ്പോൾ ഓക്കെ, വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിനകത്ത് അസൈൻമെന്റ് ഓപ്പറേഷനും കൂടി ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിളിന്റെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഇൻറ്റ് എക്സ് എന്ന് കൊടുക്കുക ഒരു ലൈനിൽ, ദെൻ നെക്സ്റ്റ് ലൈനിൽ എക്സ് ഈക്വൽ ടു 20 എന്ന് യൂസ് ചെയ്യാം. ദെൻ ഇൻറ്റ് എക്സ് ഈക്വൽ ടു 20 എന്ന് സിംഗിൾ ആയിട്ട് എഴുതുന്നതും രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാറ്റിക് ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ അറ്റ് ദ ടൈം ഓഫ് കോഡിംഗ് ആണ്. അപ്പൊ നമ്മൾ പ്രോഗ്രാം കോഡ് ചെയ്യുമ്പോൾ തന്നെ വാല്യൂ അസൈൻ ചെയ്യുന്നതിന് സ്റ്റാറ്റിക് ഇനീഷ്യലൈസേഷൻ എന്ന് പറയും. ദെൻ സെക്കൻഡ്, ഡൈനാമിക് ഇനീഷ്യലൈസേഷൻ. ഡൈനാമിക് ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം കോഡ് ചെയ്യുന്ന ടൈമിലെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അതിനുള്ള വാല്യൂ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കും വേരിയബിളിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓരോ എക്സിക്യൂഷനിലും ആ വേരിയബിളിന്റെ വാല്യൂ ഡിഫറെന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ എക്സാമ്പിൾ സ്റ്റാറ്റിക് ആയിട്ട് ഇനീഷ്യലൈസേഷൻ ഇൻറ്റ് കൗണ്ട് ഈക്വൽ ടു 0.
അപ്പോൾ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഇൻഡ് കൗണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ആ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ കൗണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൽ ചേഞ്ചസ് ഉണ്ടാവില്ല. The next float price equal to 25.50, percentage equal to 75.5. Okay. ഇവിടെ നമ്മൾ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നെ രണ്ട് വേരിയബിൾസിന്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു. അതായത് ഫ്ലോട്ട് ടൈപ്പിലുള്ള പ്രൈസിന്റെയും പെർസെൻറ്റേജിന്റെയും വാല്യൂ നമ്മൾ ഒന്നിച്ച് ഇനീഷ്യലൈസ് ചെയ്തു. The next ആൻസർ ഈക്വൽ ടു y. അപ്പോൾ ഇവിടെ നമ്മൾ സിംഗിൾ ക്യാരക്ടറിനെയാണ് അത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നോക്കുക നിങ്ങൾ. ഇതിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഡാറ്റ ടൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നു. ദെൻ എൻഡിങ് എന്ന് പറയുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? സെമിക്കോളൻ ഉപയോഗിച്ചിട്ടാണ് എൻഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ നെക്സ്റ്റ് നോക്കാം ഡൈനാമിക് ഇനീഷ്യലൈസേഷൻ. ഡൈനാമിക് ഇനീഷ്യലൈസേഷനിൽ നമ്മൾ വേരിയബിളിൻ്റെ ഡിക്ലറേഷൻ നടത്തി. ദെൻ ഇൻഡ് എ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. എന്നിട്ട് സ്കാൻഎഫ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? വാല്യൂ റീഡ് ചെയ്തു. അപ്പോൾ ഈ സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് വാല്യൂ റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പേ നമ്മളൊരു പ്രിന്റ് എഫ് ഓടി കൊടുക്കും. കാരണം എന്താണ് നമുക്ക് റീഡ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രിന്റ് എഫ് എൻ്റർ നമ്പർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആംബസൻ്റെ എയിലേക്ക്, ആംബസൻ്റെ എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിൾ നെയിം റിപ്രസെൻ്റ് ചെയ്യുന്ന മെമ്മറി ഏതാണോ ആ മെമ്മറിയുടെ അഡ്രസ്സാണ് എന്ന് പറയുന്നത് ആംബസൻ്റെ എ എന്ന് പറഞ്ഞാൽ. പെർസെൻറ്റേജ് ഡി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റീജറിനെ റിപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ സിൻടാക്സ് ഓഫ് സ്കാൻഎഫ്. സ്കാൻഎഫ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. ദെൻ ആ ഇൻപുട്ട് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് പറയുന്നത് കൺട്രോൾ സ്ട്രിംഗ്, വേരിയബിൾ 1, വേരിയബിൾ 2 എക്സെട്ര. അപ്പോൾ നമ്മൾ ആദ്യം കൺട്രോൾ സ്ട്രിംഗ് കൊടുക്കണം. കൺട്രോൾ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യേണ്ട വേരിയബിൾ ഏത് ടൈപ്പ് ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. ഇൻറ്റീജർ ആണെങ്കിൽ പെർസെൻറ്റേജ് ഡി, ക്യാരക്ടർ ആണെങ്കിൽ പെർസെൻറ്റേജ് സി, സ്ട്രിംഗ് ആണെങ്കിൽ പെർസെൻറ്റേജ് എസ്, ഫ്ലോട്ട് ആണെങ്കിൽ പെർസെൻറ്റേജ് എഫ്. അപ്പം നിങ്ങൾക്ക് നേരത്തെ ഓൾറെഡി ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിനകത്തുള്ള കൺട്രോൾ സ്ട്രിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ആംബസൻ വേരിയബിൾ 1. അപ്പോൾ ഇവിടെ നമ്മൾ കൺട്രോൾ സ്ട്രിങ്ങിൽ ഫസ്റ്റ് സ്പെസിഫൈ ചെയ്ത് കൺട്രോൾ സ്ട്രിങ് ഏതാണോ അതിപ്പോൾ പെർസെൻറ്റേജ് ഡി ആണെങ്കിൽ ഈ ആംബസൻ്റ് വേരിയബിൾ നെയിം, ഇവിടെ കൊടുക്കുന്ന വേരിയബിൾ നെയിം എന്താണെന്ന് വെച്ചാൽ അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. ദെൻ അടുത്ത ഇനി ഒരു കൺട്രോൾ സ്ട്രിങ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ കൂടി കൊടുക്കണം. അപ്പോൾ ഇവിടെ ആംബസൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ ആംബസൻ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ അഡ്രസ് ഓപ്പറേറ്റർ. ഇറ്റ് റിട്ടേൺസ് ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ. ഓക്കെ. Then next declaring variables as volatile. നമ്മൾ കുറച്ച് മുമ്പേ നമ്മൾ പഠിച്ചിരുന്നു ഡിക്ലെയറിംഗ് വേരിയബിൾ ആസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട്. കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കീവേഡ് ആയിരുന്നു യൂസ് ചെയ്തത്? കോൺസ്റ്റ് എന്നുള്ള കീവേഡ് അല്ലേ? കോൺസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയർ ആണ്. അതേപോലെ തന്നെ volatile എന്ന് പറയുന്നത് another qualifier ആണ്. See, volatile keyword is a qualifier that is applied to a variable when it is declared. It tells the compiler that the value of the variable may change at any time by some external source. അതായത് ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ വേരിയബിളിനകത്തുള്ള വാല്യൂ പൊതുവെ ചേഞ്ച് ചെയ്യുന്നത് എക്സിക്യൂഷൻ ടൈമിലായിരിക്കും അല്ലേ? എക്സിക്യൂഷൻ ടൈമിൽ യൂസർ അതിലേക്ക് ന്യൂ വാല്യൂസ് അസൈൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. ഒന്നുകിൽ യൂസർ എൻ്റർ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റെപ്സ് വെച്ചിട്ട്. അപ്പം നമ്മൾ വിതിൻ ദ പ്രോഗ്രാമിലാണ് ഒരു വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് പ്രോഗ്രാമിൻ്റെ ഔട്ടറിലുള്ള മറ്റേതെങ്കിലും പ്രോഗ്രാം ഉപയോഗിച്ച് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിനെയാണ് എന്ത് പറയുന്നത്? വോളറ്റൈൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് വോളറ്റൈലായിട്ട് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പം അതിൻ്റെ സിൻടാക്സ് വോളറ്റൈൽ ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം. വോളറ്റൈൽ എന്ന് പറയുന്നത് ക്വാളിഫയർ ആണ്. ദെൻ ഡാറ്റ ടൈപ്പ് നമ്മൾ ഏത് ടൈപ്പിലുള്ള വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് അതിൻ്റെ ഡാറ്റയുടെ ടൈപ്പ് എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. ദെൻ വേരിയബിളിൻ്റെ നെയിം.
Example, volatile int date. Okay. Volatile എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്, ഇന്റ് എന്ന് പറയുന്നത് കീവേഡ് ആണ്, then date എന്ന് പറയുന്നത് വേരിയബിൾ നെയിം ആണ്. Okay. The value of date may be altered by some external factor even it does not appear on the left side of an assignment statement. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡിലെ വേരിയബിൾസ് ആയിരിക്കും വരിക. അപ്പോൾ ആ വേരിയബിൾസിനകത്തേക്ക് നമുക്ക് വാല്യൂസിന് അസൈൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന വാല്യൂ ഓവർ റൈറ്റ് ചെയ്ത് പോകുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന വോളറ്റൈൽ വേരിയബിൾസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലല്ല, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലല്ല റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉപയോഗിച്ചാൽ പോലും അതിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, നമ്മളൊരു വേരിയബിളിനെ വോളറ്റൈൽ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈലർ വിൽ എക്സാമിൻ ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഈച്ച് ടൈം. അതായത് നമ്മൾ ഒരു ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഓരോ തവണയും ഓരോ ടൈമിലും, അതായത് ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ എന്ത് ചെയ്യും, കമ്പൈലർ എക്സാമിൻ ചെയ്യും ഈ ഒരു വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇറ്റ് ഈസ് എൻകൗണ്ടഡ് ടു സീ whether the value or whether any external alteration has changed the value. അതായത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഉള്ള എക്സ്റ്റേണൽ പ്രോഗ്രാം ഓർ എനിത്തിങ് ഉപയോഗിച്ച് നമ്മൾ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഓരോ തവണയും കമ്പൈലർ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി തന്നു കഴിഞ്ഞു. അതായത് ഇൻവാലിഡ് ആയിട്ടുള്ള വേരിയബിൾസ് നെയിംസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ എന്തുകൊണ്ടാണ് ഇൻവാലിഡ് ആയതെന്നുള്ളത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, a variable can be made constant by declaring it with the qualifier dash at the time of initialization. അപ്പോൾ നിങ്ങൾ ഓർക്കുക, സീനകത്ത് കീവേഡ് എന്ന് പറയുന്നതിന് സ്പെഷ്യൽ മീനിങ് ആണ്. അപ്പോൾ അതിൽ കേസ് സെൻസിറ്റീവ് ആണ് കീവേഡ്സ്. അപ്പം നിങ്ങൾ ആൻസർ ചെയ്യുമ്പം അതിൻ്റെ കേസ് കറക്റ്റ് ആണോ എന്നുകൂടി ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, write declaration statement in C to tell the compiler that the value of an integer variable time may be changed at any time by some external source. അതായത് ടൈം എന്നുള്ള വേരിയബിൾ വാല്യൂ എപ്പോൾ വേണമെങ്കിലും എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെന്ന് കമ്പൈലറിനെ ഇൻഫോം ചെയ്യണം. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, when we declare a variable as dash, the compiler will examine the value of the variable each time it is encountered to see whether any external alteration has changed the value. അതായത് ഏതെങ്കിലും എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ചിട്ട് വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമ്പൈലർ ഏത് ടൈപ്പ് ഓഫ് ഡിക്ലറേഷൻ്റെ കേസിലാണ് നോക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്, ആ വേരിയബിളിനെ എന്തായിട്ടാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് സി സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 5 A, B, C, D ഇങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാം. ഫിഫ്ത്തില് A എന്ന് പറയുന്നത് നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതേണ്ടത്. നിങ്ങൾക്കുള്ള ഓർക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിലിമിറ്റഡ് ബൈ സെമിക്കോളൻ ആണ്. ആ സെമിക്കോളൻ ഉണ്ടായിരിക്കണം അവസാനം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ, ഡിക്ലെയർ എ വേരിയബിൾ സ്ട്രെങ്ത് വിത്ത് ഇനീഷ്യൽ വാല്യൂ 40. ദെൻ സെക്കൻഡ്, declare variable number to assign a value 32798. Declare and initialize a variable choice with value y. Assign values to a variable f name through the keyboard. Initialize variables num, count and total with the value 0. Then assign values to variable mark at runtime. ഈ കാര്യങ്ങൾക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യനകത്തായിട്ട് എഴുതാം. ഇതിൽ 5 A, B, C, D, E, F ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് എടുത്തിട്ടുണ്ടാവുക ക്വസ്റ്റ്യൻസ്.